നിങ്ങളൊക്കെ വിദ്യാർത്ഥിയാണ് എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ടോ? യെസ്. ഇനി നിങ്ങൾക്ക് തോന്നേണ്ട ഏറ്റവും വലിയ ഒരു മഹത്വമാണ് ഒരു വിദ്യാർത്ഥി എന്നത്. നിങ്ങൾക്ക് പഠനം എപ്പോഴും ആസ്വാദ്യകരമായി തോന്നാറുണ്ടോ? യെസ്. നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ കാര്യവും തോന്നേണ്ടതാണ്. അത് നിങ്ങളുടെ റൈറ്റാണ്. പഠനം ആസ്വാദ്യകരമാവുക, പഠനം സന്തോഷകരമാവുക, ഞാനൊരു വിദ്യാർത്ഥിയായി എന്നത് ഏറ്റവും സന്തോഷമായി അനുഭവപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ റൈറ്റാണ്. ഈ അവകാശം നേടിത്തരാൻ നിങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഉസ്താദുമാർ, നിങ്ങളുടെ ടീച്ചേഴ്സ്. അവരെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. എനിക്ക് നിങ്ങളോട് ഏറ്റവും സന്തോഷം തോന്നിയ രണ്ട് കാര്യമാണ്. ചിലരൊക്കെ ഈ രണ്ട് ഉത്തരത്തിനും നിങ്ങൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ഉത്തരം പറയും. പക്ഷെ അവരുടെ മനസ്സിൽ ഇത് രണ്ടും ഉണ്ടാകൂല. എന്താ? വിദ്യാർത്ഥിയാകുമ്പോൾ പൊതുവെ ഒരു വിദ്യാർത്ഥിക്ക് തോന്നാറുള്ളത് അധ്യാപകനായാൽ കുഴപ്പമില്ല, കുറച്ച് വലിയൊരാളായാൽ കുഴപ്പമില്ല എന്നാണ് തോന്നുക. പക്ഷേ അവരോട് ചോദിച്ചാൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് സന്തോഷമാണെന്ന് ഇല്ലാത്തത് പറയുകയും ചെയ്യും. എന്നാൽ എന്താണ് ഉണ്ടാകേണ്ടത്? വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് സ്വയം അതിൽ ആത്മാഭിമാനം തോന്നണം, സ്വന്തം സന്തോഷം തോന്നണം. ഒരു അധ്യാപകൻ എന്നതിനേക്കാൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ആത്മാഭിമാനം തോന്നേണ്ട സമയവും ആത്മാഭിമാനം തോന്നേണ്ട ഒരു ലൈഫ് പൊസിഷനുമാണ്, ലൈഫിലെ ഒരു അവസരമാണ് വിദ്യാർത്ഥി എന്നത്. പഠനം എന്നത് കഷ്ടപ്പെട്ടോ വിഷമിച്ചോ ചെയ്യേണ്ടതല്ല, ഇഷ്ടപ്പെട്ടും ആസ്വദിച്ചും ചെയ്യേണ്ടതാണ്. ഒരു മനുഷ്യൻ ശരിക്കും മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് മനസ്സുകൊണ്ടാണ്, മാനസികാവസ്ഥ കൊണ്ടാണ്. ഈ മാനസികാവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ചിന്ത കൊണ്ടാണ്. എപ്പോഴും വലുതായിട്ട് ചിന്തിക്കാൻ കഴിയുക എന്നത് നമ്മുടെ നിലവാരമാണ്, നമ്മുടെ കഴിവാണ്, നമ്മുടെ യോഗ്യതയാണ്. നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഉള്ള പ്രായം, ആ പ്രായത്തിൽ സന്തോഷിക്കാൻ കഴിയണം. ഒന്ന്, നിങ്ങൾക്ക് പ്രായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലൈഫിൽ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയുക എന്നതാണ് ഒന്നാമത് നമുക്കൊക്കെ സാധ്യമാകേണ്ടത്. പ്രായം, വിദ്യാർത്ഥി കാലയളവുണ്ട്, യുവത്വം കാലയളവുണ്ട്, പ്രായമായ വാർദ്ധക്യ കാലയളവുണ്ട്. ഈ എല്ലാ പ്രായങ്ങളും അനുഗ്രഹീതമാണ്. എല്ലാ പ്രായവും സന്തോഷത്തിന് പറ്റുന്നതാണ്. വിദ്യാർത്ഥിത്വം സന്തോഷത്തിന് പറ്റുന്നതാണ്, യുവത്വം സന്തോഷത്തിന് മതിയായതാണ്, വാർദ്ധക്യവും അങ്ങനെ തന്നെയാണ്. എല്ലാ പ്രായത്തിനും പ്രായത്തിൻ്റെതായ മഹത്വമുണ്ട്. കാരണം ഭൗതികമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ പ്രകൃതി സുന്ദരമായ ഒരു പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യന്റെ പ്രായം. ഇനി നമ്മുടെ ഇസ്ലാമിക വിശ്വാസം ഏറ്റവും എളുപ്പമുള്ളതാണ്, ഇംപ്ലിമെന്റേഷൻ ഏറ്റവും എളുപ്പമുള്ള ഐഡിയോളജിയാണ് ഇസ്ലാമിക് മെന്റാലിറ്റി, ഇസ്ലാമിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ അള്ളാഹുവാണ് നമ്മളെയും ഈ പ്രപഞ്ചവും ഒക്കെ പടച്ച് പരിപാലിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രായവും എല്ലാ പ്രായവും നല്ലതാണ്. കുട്ടിക്കാലത്തെ ശൈശവം, ബാല്യം ഇതെല്ലാം നല്ലതാണ്. യുവത്വത്തിലെ യുവത്വം നല്ലതാണ്. വാർദ്ധക്യത്തിലെ വാർദ്ധക്യവും നല്ല പ്രായമാണ്. മനുഷ്യന് ജന്മവും അനുഗ്രഹമാണ്, മരണവും അനുഗ്രഹമാണ്. മനുഷ്യന് ജന്മവും അനുഗ്രഹമാണ്, മരണവും അനുഗ്രഹമാണ്. കാരണം ഈ ജന്മവും മരണവും ഒക്കെ പടച്ചവൻ അള്ളാഹുവാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ആ അള്ളാഹുവിന്റെ പരമാധികാരത്തിന്റെ പവിത്രതയെ, മഹത്വത്തെ സൂചിപ്പിച്ച് പറഞ്ഞതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. ആ തബാറക്ക എന്ന് പറഞ്ഞ നന്മ നിറഞ്ഞ വർധനവുള്ള ആ ഒരു മോഡാണ് ലൈഫിലെ മരണവും ജന്മം ഉൾപ്പെടെയുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വലിയുപ്പയൊക്കെ ഇഷ്ടമല്ലേ? ഇല്ലേ? മരിച്ചുപോയ വലിയുപ്പാക്ക് വേണ്ടി, വലിയുമ്മക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഫാത്തിഹയും യാസീനൊക്കെ ഓതൂലേ? അല്ലേ?
ഓരോ വർഷം തികയുമ്പോഴൊക്കെ നമ്മൾ അവരെ വീണ്ടും വീണ്ടും അനുസ്മരിക്കും. അവർക്ക് വേണ്ടി യാസീൻ ഓതുക, ഖുർആൻ ഓതുക, ദാനം ചെയ്യുക. അതൊക്കെ ഒരു മാനുഷികമായ ബെറ്റർ റിലേഷനാണ്, ഒരു നല്ല ബന്ധമാണത്, അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ ഒരു 4 തലമുറയിലെ പൂർവീകരായ വല്യപ്പമാര്, അല്ലെങ്കിൽ ഒരു 5 തലമുറയിലെ വല്യപ്പമാര് വല്യമ്മമാരൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക വികൃതമായ രൂപത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇപ്പൊ തോന്നുന്ന ആ മഹത്വവും ഇഷ്ടമൊക്കെ തോന്നുമോ? ഇല്ല, തോന്നാൻ സാധ്യത കുറവാണ്. ഇവിടെ മനുഷ്യ ജീവിതത്തിനുണ്ടാകേണ്ട ഒരു ഭംഗിയാണ് ജനിക്കേണ്ട സമയത്ത് ജനിക്കുക, മരിക്കേണ്ട സമയത്ത് മരിക്കുക. അത് പക്ഷേ നമ്മുടെ ഡ്യൂട്ടി അല്ല. നോ ബിഗിനിങ് നോ എൻഡ്. നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ തുടങ്ങേണ്ട ഒരു തുടക്കവും നമുക്കില്ല, നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു അവസാനവും നമുക്കില്ല. നമ്മളൊക്കെ ജനിച്ച് ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അല്ലേ? നമ്മൾ ആരെങ്കിലും ഉണ്ടാകേണ്ടത്, ഞാൻ ജനിക്കേണ്ടത് ഇപ്പോഴാണ്, ഇന്ന സമയത്താണ് എന്ന് തീരുമാനിച്ചവരാണോ? അല്ല. അപ്പൊ നാം തുടങ്ങേണ്ട, നമുക്ക് റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു ബിഗിനിങ് ഇല്ല. നമ്മളായിട്ട് അവസാനിപ്പിക്കേണ്ട ഒരു അവസാനവും ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റൈറ്റ് നൗ, ഇപ്പോൾ നാം ജീവിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങളെല്ലാം എന്നെ കാണുന്നില്ലേ? ഇല്ലേ? കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും എന്നെ കാണുന്നുണ്ട്. ഈ കാണുന്നതിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ അറിയോ? ഞാൻ ഒരു ദിവസം കുറ്റ്യാടിയിൽ വെച്ച് ഒരു വീട്ടിൽ പോയി, സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ പോവുകയായിരുന്നു. ആ വീട്ടിൽ പ്രായമുള്ള ഒരു 65 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാള്, അദ്ദേഹം വലിയൊരു കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 അല്ല, അതിനും വർഷം മുമ്പേ ഉള്ള ഒരു അനുഭവമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അതിന്റെ തൊട്ടു മുമ്പത്തെ ആഴ്ച അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അന്ന് ഇല്ലാത്തൊരു കണ്ണട എന്തേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതാണ് മിനിയാന്ന്. എന്നോട് പറഞ്ഞു 6 ലക്ഷം രൂപയോളം ചിലവായി. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്തിനാണ് ഓപ്പറേഷൻ ചെയ്തത്? കണ്ണിന് ഓപ്പറേഷൻ കഴിയാൻ കാരണം കാഴ്ചക്ക് പ്രയാസമുണ്ടായപ്പോ കാണിച്ചു, ഡോക്ടർ പറഞ്ഞതാണ് ഓപ്പറേഷൻ നടത്തിയാൽ കാഴ്ചക്ക് വർധനവുണ്ടാകും എന്ന് പറഞ്ഞപ്പോ കാണിച്ചതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ചെന്നൈയിൽ പോകണമായിരുന്നോ? കോഴിക്കോടും മറ്റുമൊക്കെ ഹോസ്പിറ്റലില്ലേ? അദ്ദേഹം പറഞ്ഞു, കോഴിക്കോട് നിന്ന് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ 12 ലക്ഷം രൂപയോളം ചെലവാകും. ചെന്നൈയിലെ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവിടെ പോയാൽ ഇത്രയേ ചെലവാകും. വയസ്സ് എത്രയാണെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? 65 വയസ്സുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചയുടെ അല്പം വർധനവിന് വേണ്ടി 6 ലക്ഷം രൂപ ചെലവഴിക്കാനും ചെന്നൈ വരെ പോകാനും തുനിഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ഒരു അരമണിക്കൂർ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചതിനിടയിൽ അദ്ദേഹം പകുതിയിലേറെ സമയവും ആ ഹോസ്പിറ്റലിന്റെയും ഡോക്ടറുടെയും മഹത്വം നിരന്തരം പറയുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? കണ്ണിന്റെ അനുഗ്രഹം, കണ്ണ് എന്ന കാഴ്ചയുടെ അനുഗ്രഹം 65 വയസ്സിന് ശേഷം ഏതാനും ദിവസങ്ങൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടിയപ്പോൾ അതിനോട് അദ്ദേഹത്തിനുണ്ടായ താല്പര്യവും സബ്മിഷനുമാണ്, ഒരു സമർപ്പണവുമാണ് ഞാൻ ആ കാണുന്നത്. ഇവിടെ നമ്മുടെ ആയുസ്സിൽ വർഷങ്ങളോളം നല്ല പ്യൂറായിട്ടുള്ള കാഴ്ച, കുറവില്ലാത്ത കാഴ്ച, ഉപകരണം ആവശ്യമില്ലാത്ത കാഴ്ച തന്ന ഒരു സൃഷ്ടാവിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ആവശ്യമില്ലേ? ഇതുള്ള ഒരു ജീവിതത്തോട് നമുക്കൊരു ഹാപ്പിയസ്റ്റ് കൺസെപ്റ്റ്, ഒരു സന്തോഷമുള്ള ഒരു കാഴ്ചപ്പാട്, എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സന്തോഷമുള്ളതാണ്, സന്തോഷിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കേണ്ടതില്ലേ? എത്രയാണ് ചിന്തിക്കാനുള്ളത്? ഒരു ദിവസം വയനാട്ടിൽ ഞാനൊരു വെള്ളിയാഴ്ച ഒരു യാത്രക്കിടയിൽ ജുമാക്ക് വേണ്ടി ഒരു പള്ളിയിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ജുമാക്ക് വരാനുള്ള കാരണം എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നിപ്പോ ഇവിടെയുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വടകരക്കാരനാണ്, വയനാട് കൽപ്പറ്റ വെച്ചാണ് അദ്ദേഹം എന്നെ കാണുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്തേ? അത് എനിക്കൊരു ശ്വാസമുട്ടിന്റെ അസുഖം ഉണ്ടായിരുന്നു. 55 വയസ്സായ മനുഷ്യനാണ്. എനിക്കൊരു 6 മാസം മുമ്പ്, അല്ല അതിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ശ്വാസമുട്ടിന്റെ അസുഖം വന്നു. പല ഹോസ്പിറ്റലുകളിലും കാണിച്ചു, മാറ്റം ഉണ്ടായില്ല. അവിടെ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നല്ല ഉഷാറാണ്. ഞാൻ ഇവിടെ വന്നു, ചികിത്സിച്ചു, നല്ല ആശ്വാസമായി. ഇന്നിപ്പോ ഇവിടെ വന്നത് ആ ഡോക്ടറുടെ വീട്ടിൽ കൂടലുണ്ട് മറ്റന്നാൾ ഞായറാഴ്ച. ആ വീട്ടുകൂടലിന് വേണ്ടി അദ്ദേഹത്തിന് കുറച്ച് സമ്മാനങ്ങൾ, ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മകനെ കൊണ്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവരുത്തിച്ച ചില ഹോം അപ്ലയൻസ്, ഈ
ചില ഗാർഹിക ഉപകരണങ്ങൾ. ഇത് വളരെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിന് വെള്ളിയാഴ്ച വരണോ, ഞായറാഴ്ച കൊടുത്താൽ പോരെ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞായറാഴ്ച ഞാൻ ഗിഫ്റ്റുമായി വന്നാൽ അദ്ദേഹത്തിന് ഒരു കുറച്ചിലായാലോ, അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച തന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ഈ അറ്റാച്ച്മെന്റ്, ഈ ഒരു ബന്ധം, അത് എവിടെ നിന്നുണ്ടായതാണ്, എങ്ങനെ ഉണ്ടായതാണ്? ഈ ശ്വാസം മുട്ടിന്റെ അസുഖത്തിന് ചികിത്സയായിട്ട് ചെന്നപ്പോ അദ്ദേഹത്തിന്റെ OP ഷീറ്റിന് ക്യാഷ് കൊടുത്ത് ചികിത്സിച്ചു. അദ്ദേഹം മരുന്നുകൾ എഴുതി കൊടുത്തു, ആ മരുന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചു. അപ്പോ അദ്ദേഹത്തിന് ശ്വാസമുട്ടിന്റെ അസുഖം മാറിയപ്പോ ഉണ്ടായ ഒരു ബന്ധമാണ്, അദ്ദേഹത്തുണ്ടായ ഒരു ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ബഹുമാനമാണ് ഈ രീതിയിൽ പെരുമാറാനുള്ള കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 55 വയസ്സുവരെ ഈ ചിലവൊന്നും ഇല്ലാതെ ഈ ശ്വാസോച്ഛ്വാസം നൽകിയ യഥാർത്ഥ സൃഷ്ടാവിനോട്, ആ ശ്വാസോച്ഛ്വാസം ഉള്ള ഒരു ലൈഫിനോട് സന്തോഷത്തോടെയും മതിപ്പോടെയും നോക്കിക്കാണേണ്ട ഒരു ബാധ്യത ഒരു മനുഷ്യനില്ലേ? ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. വിദ്യാർത്ഥിത്വം, സ്റ്റുഡന്റ് ലൈഫ്, അതൊരു അനുഗ്രഹീതമായ പ്രായമാണ്, മറ്റെല്ലാ പ്രായവും പോലെ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി കാലയളവിനെ സന്തോഷപൂർവം, നല്ല ആത്മാഭിമാനത്തോടെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. പുതിയ ലോകം, ഈ പുതിയ ലോകത്ത് നമുക്കാവശ്യമായ വാല്യൂസ്, നമുക്കാവശ്യമായ മൂല്യങ്ങൾ, ഈ മൂല്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അനുവദിക്കുന്ന ഒരു വലിയ ഒരു മൂല്യ ലോകമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ആവശ്യമായതൊക്കെ നമുക്ക് സംവിധാനിച്ചു തന്നു. അതിൻ്റെ ഭാഗമാണ് നാം ലൈഫിൽ എപ്പോഴും എല്ലാറ്റിനും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരാകണം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന ദിക്ർ അറിയോ? എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അറിയുന്നവരുണ്ടോ കൂട്ടത്തിൽ? സർവസ്തുതിയും അള്ളാഹുവിനാണ്. എല്ലാ സ്തുതിയും, എല്ലാ നന്ദിബോധവും ഇതെല്ലാം അള്ളാഹുവിനാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം, ഒരുറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ്, ലൈഫിലെ എല്ലാ മൊമെന്റിനോടും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, ഒരു ശുക്ർ കാണിക്കുക എന്ന് പറയുന്നത് ലൈഫിലെ നമ്മുടെ ബോഡിയിലെ എല്ലാ സെല്ലുകളും പോസിറ്റീവായി ഉണർന്നു വരാൻ, ഗ്രൗത്ത് ലെവൽ, അതിന്റെ വളർച്ച നന്നാകാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സമീപനമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഒരിക്കൽ ഒരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്തു. ആ കോഴ്സിന്റെ പേര് ഹീൽ യുവർ ലൈഫ്, ലവ് യുവർ സെൽഫ് എന്നാണ് ആ കോഴ്സിന്റെ പേര്. 2 ഡേ പ്രോഗ്രാമിന് മാത്രം ഞാൻ 50,000 പേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഞാൻ ആ കോഴ്സ് ചെയ്യാനുണ്ടായ കാരണം? ഞാൻ ഇതിലെ ഒരു പ്രോസസ്, അല്ലെങ്കിൽ ഇതിലെ ഒരു തെറാപ്പി, ആ തെറാപ്പി അപ്ലൈ ചെയ്തപ്പോൾ ദീർഘകാലമായി അസുഖമായി ചികിത്സകൾ ധാരാളം നടത്തിയിട്ട് ട്രീറ്റ്മെന്റുകൾ എഫക്റ്റ് ചെയ്യാതെ പ്രയാസപ്പെടുന്ന ഒരു രോഗിയെ ഒരു തവണ ഇതിൽപ്പെട്ട ഒരു തെറാപ്പി ഉപയോഗപ്പെടുത്തിയപ്പോൾ അവരുടെ രോഗങ്ങൾ, മെഡിസിനുകൾ ഉപയോഗിച്ചിട്ട് മാറ്റം വരാത്ത രോഗങ്ങൾക്ക് ഏകദേശം ഒരു 2 ആഴ്ചക്കിടയിൽ രോഗത്തിന് ഭേദമുണ്ടായി. എല്ലാ സമയവും തല പൊട്ടുന്നത് പോലെ വേദനിക്കുകയും വെളിച്ചം കാണാൻ പറ്റാതിരിക്കുക, ഉറങ്ങാൻ കഴിയാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രയാസമുള്ള ഒരാളുടെ എല്ലാറ്റിനും മാറ്റം വന്നു. ഇങ്ങനെ കുറേ ഐറ്റംസ്, കുറേ എക്സ്പീരിയൻസ്, ഇത് കണ്ടപ്പോഴാണ് അത് പഠിക്കണമെന്ന് ഞാൻ ചിന്തിച്ചത്. അത് പഠിച്ചപ്പോഴാണ് അതിലുള്ള മേജർ ആയിട്ടുള്ള 2 തെറാപ്പികൾ, ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയാണ്, മറ്റൊന്ന് ഫോർഗിവ്നെസ് തെറാപ്പിയാണ്. ഈ 2 സംഗതി എന്താണെന്നറിയോ? ഒന്ന്, നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞ അൽഹംദുലില്ലാ, അതിൻ്റെ ഒരു കുറച്ചുകൂടി സജീവമായ ആക്റ്റീവ് മോഡിലുള്ള ഒരു പറച്ചിലാണ് ഹംദ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഗ്രാറ്റിറ്റ്യൂഡിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡ്സിനേക്കാൾ എത്രയോ ഇഫക്റ്റീവ് ലെറ്റേഴ്സും ഇഫക്റ്റീവ് മോഡും ഉള്ളതാണ് അൽഹംദുലില്ലാ. ഇത് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടി അപ്ലൈ ചെയ്യണം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ സംസാരം അവസാനിപ്പിക്കാം. 12 മണിക്ക്
നിങ്ങൾക്ക് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിനു മുമ്പ് ചെറിയൊരു കഥയും ചെറിയൊരു എക്സ്പീരിയൻസും കൂടി പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ? ഗ്രേറ്റ്, താങ്ക്സ്. സിഡാം. ജസ്റ്റ് ഈ സദസ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് ചിന്തിക്കുന്നവർ എന്നെ ഫേസ് ചെയ്യണം. ഓക്കെ, ഗുഡ്. ഒന്ന്, നിങ്ങളെ ലൈഫിലെ നിങ്ങളുടെ വേഷം ഇതെന്തിനാണെന്നറിയോ? വേഷം എന്നത് നഗ്നത മറക്കാനുള്ളതാണ്. നിങ്ങളുടെ ആരെങ്കിലും നഗ്നത പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങളോട് പറയാണ്, ഇതാ ഇവിടെയൊക്കെ കിടക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ഷർട്ടും നിങ്ങളെ പാൻസും അയക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പറയാണ്, നിങ്ങളുടെ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം അയക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണോ? അല്ല. ഇത് നോർമലി എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? നമ്മുടെ നഗ്നത മറക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രതിഭാസം നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ ചില മോഷണങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടേതായ വളരെ വാല്യൂ ഉള്ള ചില മൂല്യങ്ങൾ ചിലർ മോഷ്ടിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം കുറച്ച് സമയം. നല്ല താല്പര്യമുള്ളവരും അതുപോലെ എൻ്റെ ഈ ഒരു സംസാരം നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ളവരും എന്നെ കുറച്ച് സമയം കുറച്ചു നല്ല മൈൻഡ്ഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ രണ്ടാളെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ സാങ്കല്പികമായി അത് കാണണം. പ്രത്യക്ഷത്തിൽ കാണൂല, നിങ്ങൾ സാങ്കല്പികമായി കാണണം. ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സണ് ഞാൻ നൽകുന്ന നെയിം എ എന്നാണ്. ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഈ സ്റ്റുഡൻറ്റിന് ഞാൻ നൽകുന്ന നെയിം ബി എന്നാണ്. ആൺകുട്ടികൾ ഇവിടെ കാണേണ്ടത് ഒരു ആൺകുട്ടിയെയാണ്, പെൺകുട്ടികൾ കാണേണ്ടത് പെൺകുട്ടിയാണ്. അപ്പൊ ഒരാൺകുട്ടിയെ കാണാം ആൺകുട്ടികൾക്ക്, പെൺകുട്ടിയെ കാണാം പെൺകുട്ടികൾക്ക്. രണ്ട് സൈഡിലുണ്ട്. ഇതിൽ ഒരാളുടെ വേഷം നിങ്ങളുടെ യൂണിഫോമാണ്. അഥവാ ഈ കളർ യൂണിഫോമുള്ള ഷർട്ട് ധരിച്ചിരിക്കുന്നു, പാൻറ് ധരിച്ചിരിക്കുന്നു, തൊപ്പി ധരിച്ചിരിക്കുന്നു. അവരുടെ ഹെയർ കട്ടിങ് തലയുടെ എല്ലാ ഭാഗത്തും ഒരേ അളവിലുള്ള ഭംഗിയുള്ള എക്സിക്യൂട്ടീവ് വേഷമാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികളായാൽ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ ലോകത്ത് ഓസ്ട്രേലിയ, അമേരിക്ക, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, അതല്ലെങ്കിൽ മറ്റ് വെസ്റ്റേൺ കൾച്ചർ, ഈ രാജ്യങ്ങളിലെ എല്ലാം ഭരണാധികാരികളെ പോലെ എക്സിക്യൂട്ടീവ്, വലിയ കമ്പനികളെ എക്സിക്യൂട്ടീവായ ആൾക്കാരൊക്കെ ധരിക്കുന്നത് പോലെ ഒരേ അളവിലുള്ള ഹെയർ കട്ടിങ് ചെയ്തിരിക്കുന്നു. ആ ആൺകുട്ടി നല്ല ഭംഗിയിൽ തൊപ്പി വെച്ചിരിക്കുന്നു. എ എന്ന് പറയുന്ന ദിശയിലുള്ള കുട്ടി ഈ പറയപ്പെട്ട വേഷങ്ങൾ ധരിച്ചിരിക്കുന്നു. പെൺകുട്ടിയാണെങ്കിൽ വളരെ അടുക്കും ചിട്ടയിലും മഫ്ത ധരിച്ചിരിക്കുന്നു. മുഖം മാത്രമേ കാണുകയുള്ളൂ, മുടി ഒട്ടും കാണുന്നില്ല. അതുപോലെ ധരിച്ചിരിക്കുന്ന ഇതിനെന്താ പറയാ, ഈ രണ്ട് വസ്ത്രവും ചുരിദാറ്, അതിന്റെ പാൻറ്, ഇതെല്ലാം വളരെ നല്ല ചിട്ടയിൽ ധരിച്ചിരിക്കുന്നു. നല്ല ശരീരത്തിന് ഒതുക്കമുണ്ട്. ഇങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഈ രണ്ട് സൈഡിൽ, മറ്റു സൈഡിൽ ഉള്ള ഒരു കുട്ടി, ആ കുട്ടി യൂണിഫോമിൽ തന്നെ എന്താണ്, ഷർട്ട് കുറച്ചുകൂടി ടൈറ്റ് ആക്കിയിരിക്കുന്നു. അതുപോലെ ഹെയർ കട്ടിങ് കുറച്ച് വളരെ മോഡലായി വലിച്ചു നീട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ കുറച്ച് ഫാഷനൈസ് ചെയ്തിരിക്കുന്നു. ഹെയർ ഡ്രസ് ചെയ്തിരിക്കുന്ന സമയത്ത് തൊപ്പി അത് നേരാൻ വണ്ണം ഇട്ടിട്ടില്ല. അതുപോലെ തട്ടമാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ആ തട്ടം തന്നെ മുടി കാണുന്നുണ്ട്. അവരുടെ കഴുത്ത് പുറത്തു നിന്ന് നോക്കിയാൽ കാണാം. ഇങ്ങനെ ധരിച്ചിരിക്കുന്നു ഒരു കുട്ടി. ഇങ്ങനെ രണ്ട് കുട്ടികൾ രണ്ട് വശത്തും ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇതിൽ ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടീഷൻസ്, യൂണിഫോം റെഡി, മുഖം കാണുന്നുണ്ട്, അതേസമയത്ത് മുടി കാണുന്നില്ല, എല്ലാം റെഡി. ആൺകുട്ടിയാണെങ്കിൽ തലമുടി റെഡി, തൊപ്പി റെഡി, ഒക്കെ റെഡി. നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതിൽ നല്ല കുട്ടി എന്ന് നിങ്ങൾ കരുതുന്ന കുട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. എ എന്ന പൊസിഷനിലുള്ള കുട്ടികൾക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധതയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് റീസെൻഡ് ചെയ്താട്ടെ.
താങ്ക്സ്. ഹാൻഡ്സ് ഡൗൺ. ഇനി ഞാൻ ബി ചോദിക്കേണ്ടതുണ്ടോ? ഇല്ല. ബിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടോ? ഇല്ല. കണ്ട എല്ലാവരും നോക്കി, ആരുമില്ല. അപ്പം നിങ്ങൾക്കെല്ലാം നന്മ ഇഷ്ടമാണെന്ന് തെളിഞ്ഞില്ലേ? അല്ലേ? നിങ്ങൾ നല്ലത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നല്ലത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ നല്ലവരാകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? യെസ്. നിങ്ങളുടെ റൈറ്റ് ആണത്, നിങ്ങളുടെ അവകാശമാണത്, നിങ്ങളുടെ ജന്മാവകാശമാണ് നല്ല കുട്ടിയാവുക എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. ഈ ഇഷ്ടം നിങ്ങൾ പലരിൽ നിന്നും ആരോ വല്ലപ്പോഴും മോഷ്ടിക്കുന്നുണ്ട്. ഈ മോഷ്ടിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ബാധ്യതയും ഇന്റലിജന്റ് ബുദ്ധിയും നിങ്ങൾക്കുണ്ട്. എന്നിട്ട് നിങ്ങളെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ആ അധികാരം, ആ റൈറ്റ്, അത് നിങ്ങൾ ഉപയോഗിക്കണം. ചിലരൊക്കെ അവരവരിൽ ആത്മവിശ്വാസം ഇല്ലാത്തവരുണ്ടാകും. ആത്മവിശ്വാസം ഇല്ലാത്തവർക്കുള്ള ഒരു രോഗമാണ് എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. എക്സ്പ്രഷനിസത്തിന്റെ ഭാഗമാണ് സ്വന്തം ഹെയർ കട്ടിങ് ആർക്കോ വേണ്ടി വികൃതമാക്കുന്നത്. സ്വന്തം ചുണ്ട് ഭംഗിയുള്ളതാണ്, പ്രത്യേകിച്ച് ഈ 10, 15, 20, 25 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എസ്പെഷ്യലി ഭംഗിയുള്ളതാണ്. പിന്നെ അവിടെ ചുണ്ട് തേക്കുന്നത് ഒരു തരം മെന്റൽ ഡിസോർഡറാണ്. എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഡിസോർഡറാണ് അവിടെ പിന്നെയും ചുണ്ട് തേക്കണമെന്ന്, ചുണ്ടിൽ ചായം തേക്കണമെന്ന് തോന്നുന്നത്. ഹെയർ കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ വൃത്തിയിലും അടുക്കിലും ചിട്ടയിലും കൊണ്ട് നടക്കുന്നത് എക്സിക്യൂട്ടീവ് വേഷമാണത്. അത് മതിയാകാഞ്ഞിട്ട് അത് നീട്ടി അപ്പുറത്ത് നീട്ടി കുറച്ചു ഭാഗം പരണ്ടിയൊക്കെ നടക്കുന്നത് അതൊരു തരം എക്സ്പ്രഷനിസത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം തിരിച്ചറിയണം, നിങ്ങൾ നിങ്ങളുടെ അവകാശം തിരിച്ചറിയണം. നിങ്ങളൊക്കെ നല്ലവരാകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആ ഇഷ്ടം ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ അധികാരത്തെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കരുത്. ഇത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇനി ഞാൻ ചെറിയൊരു കഥ കൂടി പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. അതിനിടയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു. പഠനം അത് നിങ്ങളുടെ അവകാശമാണ്. പഠിക്കുമ്പോൾ സന്തോഷത്തോടെ പഠിക്കുക എന്നത് നിങ്ങളുടെ അവകാശമാണ്. ഈ അവകാശത്തിന് വേണ്ടി നിങ്ങളെപ്പോഴും ആ അവകാശം നേടിയെടുക്കാൻ നിങ്ങൾ സദാ സന്നദ്ധമാകണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് എവിടെയെങ്കിലും അതിന് തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട്, ഉസ്താദുമാരോട് വളരെ ഓപ്പണായി നിങ്ങൾ ആവശ്യപ്പെടണം. എനിക്ക് പഠിക്കണം, എനിക്കെൻ്റെ ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണം. എവിടെയാണോ തടസ്സം, നിങ്ങൾക്കൊരു സോഷ്യലാണോ തടസ്സം, ഫാമിലിയാണോ തടസ്സം, ഫ്രണ്ട്സ് ആണോ തടസ്സം, ആര് തടസ്സമായാലും ആ തടസ്സം നീക്കിയേ പറ്റൂ. അത് നിങ്ങളുടെ റൈറ്റാണ്. പിന്നെ സിറാജുൽ ഹുദ, ഈ ഒരു വടകര താലൂക്കിലെ ഏറ്റവും അനുഗ്രഹീതമായൊരു ക്യാമ്പസാണ് സിറാജുൽ ഹുദ എന്ന് പറയുന്നത്. സിറാജുൽ ഹുദ എന്നത് ഈ ചുറ്റിലെ നിരവധി സ്കൂളുകളിലെ അനുഗ്രഹീതമായ ഒരു ക്യാമ്പസാണ്. ഈ ക്യാമ്പസിൽ എത്തിപ്പെടാൻ ഭാഗ്യമുണ്ടായവരാണ് നിങ്ങൾ അനുഗ്രഹീതരാണ്. ഈ സിറാജുൽ ഹുദ ക്യാമ്പസിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകണം. ആ പ്രകടമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽപ്പെട്ട ഒന്നാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ളുഹർ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ, അതും ഉസ്താദുമാരുടെ മേൽനോട്ടത്തിൽ നിസ്കരിക്കാൻ അവസരമുള്ള വലിയൊരു സൗഭാഗ്യമുണ്ടായത് ഈ സിറാജുൽ ഹുദ ആയതുകൊണ്ടാണ്. പരിസരത്തെ ഏതെങ്കിലും ഒരു സെക്കൻഡറി സ്കൂളോ ഹയർ സെക്കൻഡറി സ്കൂളോ നിങ്ങൾ ചെന്ന് നോക്കിയാൽ അവിടെ ഒരു ഉസ്താദും അവരെ മേൽനോട്ടം വഹിക്കാനോ നിസ്കാരത്തിന് അവരെ സഹായിക്കാനോ കൂടെ കാണില്ല. നിസ്കാരം എന്നത് ഒരു സത്യവിശ്വാസിയുടെ അനുഗ്രഹീതമായ ഒരു ഗിഫ്റ്റഡ് മൊമെന്റ് ആണ്. ഒരു വിശ്വാസിക്ക് ഒരു ഗിഫ്റ്റഡ് മൊമെന്റ് ആണ് നിസ്കാരം എന്ന് പറയുന്നത്. അതൊരു ബാധ്യതയായിട്ടല്ല കാണേണ്ടത്, അതൊരു ഗിഫ്റ്റഡ് മൊമെന്റ് ആണ്. അള്ളാഹു തന്ന ഒരു അനുഗ്രഹീതമായ സമ്മാന നിമിഷമാണ് നിസ്കാരം. ഈ നിസ്കാരം നമുക്ക് ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ കഴിയുക എന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി അവസരമാണ്. ആ അവസരം നിങ്ങൾക്ക് സാധ്യമാകാൻ ഏറ്റവും ഒരു ഓപ്പർച്യൂണിറ്റി, സൗഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്, അതിന് ഇടമുണ്ടാക്കിയ ഒന്നാണ് സിറാജുൽ ഹുദ. അതുകൊണ്ട് തന്നെ അത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക്
അനുഭവപ്പെടണം. ഇനി നിങ്ങൾ പരീക്ഷ അടുത്ത് നിൽക്കുന്ന സമയമല്ലേ, അല്ലേ? പരീക്ഷ നിങ്ങൾക്ക് പേടിയുള്ളതാണോ സന്തോഷമുള്ളതാണോ? സന്തോഷമുള്ള ആൾക്കാർ കൈവക്കട്ടെ. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ആൾക്കാർ ഉള്ളതേ പറഞ്ഞല്ലോ. നിങ്ങൾ സത്യസന്ധരാണ്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളവർ. എന്നാ അടുത്തത്, പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ പേടിയുള്ള ആൾക്കാർ കൈവക്കട്ടെ. ഹാൻഡ്സ് ഡൗൺ. പരീക്ഷയിലെ പേടി കളയണോന്ന് ചിന്തയുള്ള ആൾക്കാരൊന്ന് കൈവക്കട്ടെ. ഉണ്ടോ? പേടി കളയാൻ അങ്ങനെയില്ലേ? ഹാൻഡ്സ് ഡൗൺ. ബ്യൂട്ടിഫുൾ. ഇനി പരീക്ഷ നിങ്ങൾക്ക് ഭയം, ഫിയർലെസ്ഡ് മൂമെന്റ് ആക്കി എടുക്കാൻ, ഒരു ഫിയർലെസ്ഡ് ആക്ടിവിറ്റി ആക്കി എടുക്കാൻ, ഭയമില്ലാത്ത ഒരു ആക്ടിവിറ്റി ആക്കി എടുക്കാൻ നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി പറഞ്ഞു തരട്ടെ? ചെയ്യോ? 2 കാര്യം. ഒന്ന് ഞാൻ ഇവിടെ നിന്ന് ചെയ്തു തരും. രണ്ടാമത്തത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടതാണ്. ആദ്യം രണ്ടാമത്തത് പറയട്ടെ. നിങ്ങളൊരു 3 അല്ലെങ്കിൽ 5 A4 പേപ്പർ എടുക്കുക. ഏത് പേപ്പറാ? A4 പേപ്പർ. എന്നിട്ട് അത് ലാൻഡ്സ്കേപ്പിൽ എടുക്കുക. ലാൻഡ്സ്കേപ്പിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 കളർ മാർക്കർ പേന കൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു സെന്റൻസ് എഴുതണം. ആ സെന്റൻസ് എന്താണെന്ന് ഞാൻ തൊട്ടുപിറകെ പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യം. നിങ്ങൾക്ക് പരീക്ഷയുള്ള ദിവസമാണോ എളുപ്പം, സ്കൂൾ പൊതുവായ ദിവസമാണോ എളുപ്പം? സത്യം പറയുകയാണെങ്കിൽ പരീക്ഷ എളുപ്പമുള്ളതായിരുന്നു. ഏതിനേക്കാൾ? അല്ലാത്ത എന്തിനേക്കാൾ. ഞാനൊരു ഉദാഹരണം പറയാം. സ്കൂളിൽ ഇന്ന് എത്ര മണിക്കാണ് സ്കൂളിൽ എത്തിയത്? 9 മണിക്ക് അല്ലേ? എത്ര മണിക്കാണ് സാധാരണ സ്കൂൾ വിടാറുള്ളത്? 3:45 സ്കൂൾ വിടും. ഇതാണ് സാധാരണ ദിവസം അല്ലെ? പരീക്ഷ ദിവസം എങ്ങനെയാ? എത്ര മണിക്കാ പരീക്ഷ തുടങ്ങുക? 9:30 പരീക്ഷ തുടങ്ങിയാൽ എത്ര മണിക്ക് അവസാനിക്കും? 12:30 തീരും ഇല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഏതാ എളുപ്പം? പരീക്ഷയാണോ അല്ലാത്ത ദിവസമാണോ? പരീക്ഷ. സ്കൂളിൽ വരുന്ന ദിവസം കുറെ ബുക്കും അതിലുള്ള ആ ബാഗും ഇതൊക്കെ എടുക്കണ്ടേ? പരീക്ഷയുള്ള ദിവസം അത്ര പുസ്തകം വേണോ? ഏതാ എളുപ്പം? പരീക്ഷയല്ലേ? അല്ലേ? പരീക്ഷയാണ് എളുപ്പം. കാരണം എന്താ? സ്കൂൾ വരുന്ന ദിവസം സാധാരണ 9 മണിക്ക് വന്നാൽ 3:45 വിടുക. പരീക്ഷയുള്ള ദിവസം 12:30 വിടും. എളുപ്പം അതല്ലേ? 9:30 മുതൽ 12 വരെയാണ് എളുപ്പം. 9:30 മുതൽ 3:45 വരെയാണ് എളുപ്പം. ഇതാണ് നമ്മൾ ആരൊക്കെയോ പറ്റിക്കുന്നുണ്ട്. ശരി എന്താണെന്നറിയോ? പരീക്ഷയാണ് എളുപ്പം. ഇനി നോക്കാം. അടുത്ത് 3-മത്തെ ചോദിക്കുക. ഇതാരോ നിങ്ങളെ പറ്റിക്കുകയാണ്. പരീക്ഷ പേടിയുള്ളതാണ് എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. സത്യം എന്താണ്? പരീക്ഷ പേടിയില്ലാത്തതാണ്. നമ്മൾ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. 3-മത്തെ ഒരു കാര്യം, സ്കൂളുള്ളൊരു ദിവസം ചോദ്യം ചോദിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ടീച്ചർ സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ ചൂടാകാൻ സാധ്യതയില്ലേ? പരീക്ഷാ ദിവസം നിങ്ങൾ എഴുതിയ ഏതെങ്കിലും ആൻസർ പരീക്ഷാ ദിവസം നോക്കൂ ടീച്ചർ? ഭീഷണിപ്പെടുത്തുവോ? ഏതാ എളുപ്പം? അപ്പൊ പരീക്ഷയെ ഭയപ്പെടേണ്ടതില്ല. ആൻസർ പേപ്പർ കിട്ടുന്നതല്ല വിഷയം. അതിന് പരീക്ഷയെ ഭയപ്പെടണോ? വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് പഠന കാലയളവ് എന്നത് ആഹ്ലാദമാക്കി മാറ്റണം. പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ലാസ്റ്റ് ജനുവരി ഫെബ്രുവരി കാലയളവിലല്ല. പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ കാലയളവിലാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. എന്നിട്ട് ഇതിന്റെ തുടർച്ച മാത്രമാണ് ശേഷം. ഇനി ഒരു ടെക്നിക്ക് കൂടി പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് പറയാം. സ്ട്രോങ് റിവിഷൻ ടെക്നിക്. ഗിന്നസ് ബുക്കിൽ മെമ്മറിയിൽ പേര് നേടിയ പ്രഗത്ഭരുടെ ടെക്നിക്കുകൾ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് പഠനത്തിൽ യൂസ് ചെയ്യാം. 1, സ്ട്രോങ് റിവിഷൻ ടെക്നിക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുന്ന സമയത്ത് ഷോർട്ട് ചെയ്ത് പഠിച്ച് ശീലിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ബദർ മൗലിദിലെ അവസാനത്തെ ഒരു 14 വരി ബൈത്ത് ഓർക്കുന്നുണ്ടോ? തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. അടുത്തെന്താ അറിയോ? ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ
ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. അടുത്ത വരി അറിയാം. ഇലാഹി നജ്ജിനാ വക്ശിഫ് ജമീഅ അദിയതിൻ വസ്രിഫ് മകായിദൽ ഇദാ വൽ തുഫ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഈ 14 വരി പഠിക്കണമെന്ന് ചിന്തിക്കുക. എന്താ ചെയ്യേണ്ടത്? 14 വരിയെയും അതിലെ ഓരോ പ്രധാനപ്പെട്ട ആ വരി ഓർക്കാൻ പറ്റിയ 14 വേർഡുകൾ, ഓരോ വേർഡുകൾ എടുക്കുക. ഓരോ വേർഡ് എടുത്താൽ ഒരു വരി ഓർക്കാം. അങ്ങനെ 14 വാക്കുകൾ ചേർത്ത് ഒരു വേർഡ് ഉണ്ടാക്കിയ, ഒരു സെന്റൻസ് ഉണ്ടാക്കിയാൽ 14 വരികൾ പഠിക്കാം. ഷോർട്ട് ചെയ്യുന്നതിന്റെ ഒരു സാമ്പിൾ പറഞ്ഞതാണ്. ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഇതുപോലെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാം. ഞാൻ മറ്റൊരു സംഭവം കൂടെ പറയാം. ഒരു ദിവസം SS ക്ലാസ് എടുക്കുകയാണ്, സോഷ്യൽ സ്റ്റഡീസ്. അപ്പോ ടീച്ചർ വളരെ ഗംഭീരമായി 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് അതിങ്ങനെ വിശദീകരിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ബിരിയാണി ആയിരുന്നു. ഇയാള് ബിരിയാണി കഴിച്ചതിന്റെ ഊക്കിൽ ഉറങ്ങിപ്പോയി. അപ്പൊ ടീച്ചർക്ക് ഇത് കണ്ടപ്പോ ദേഷ്യം വന്നപ്പോ ടീച്ചർ കയ്യിലുള്ള ടെസ്റ്റർ കൊണ്ട് ഈ കുട്ടിയെ ഉണർത്താൻ വേണ്ടി എറിഞ്ഞു. ഇയാൾ ഞെട്ടി ഉണർന്നപ്പോ ഇയാളോടുള്ള ദേഷ്യം കാരണം ടീച്ചർ ചോദിച്ചു, 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ പറയൂ. ഈ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, രാസമസൈസ. അപ്പൊ എല്ലാരും ചിരിച്ചു. ടീച്ചറും ആകെ ബേജാറായി, ഇതെന്താ പറഞ്ഞത് എന്നറിയാഞ്ഞിട്ട്. സ്വപ്നം കണ്ടത് പറഞ്ഞതാണോ? രണ്ടാമത് ചോദിച്ചപ്പോഴും ഇവൻ അതന്നെ പറഞ്ഞു. മൂന്നാമത് ഈ ടീച്ചർ ചോദിച്ചു, നീ ഞാൻ ചോദിച്ചത് കേട്ടിട്ടില്ലേ? അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ടീച്ചർ ചോദിച്ചതിന്റെ ആൻസറാ ഞാൻ പറഞ്ഞത്. കാരണം 1 രാഷ്ട്രീയം, 2 സൈനികം, 3 സാമ്പത്തികം, 4 സാമൂഹികം. ഈ 4 കാരണങ്ങളെ ഞാൻ ഷോർട്ട് ചെയ്ത് പഠിച്ചതാണ് രാസമസൈസ. ഇത് പഠനത്തിന്റെ ഒരു ടെക്നിക്കാണ്, ഷോർട്ട് ചെയ്ത് പഠിക്കുക. നമ്പർ 2, ഈ ഷോർട്ട് ചെയ്ത് പഠിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? 1, 7, 30, 90 ഈ ദിവസങ്ങളുടെ ക്രമത്തിൽ റിപ്പീറ്റ് ചെയ്യണം. ഒരു ദിവസം 1 മണിക്കൂർ എടുത്ത് പഠിച്ചത് പിറ്റേ ദിവസം റിപ്പീറ്റ് ചെയ്യാൻ 2 മിനിറ്റ് 3 മിനിറ്റേ ആവശ്യമുള്ളൂ, ഷോർട്ട് ചെയ്ത് പഠിച്ചാൽ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ദിവസം 1 മണിക്കൂർ എടുത്ത് നിങ്ങൾ പഠിച്ചു, ആ പഠിച്ചതിനെ ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്യുന്ന റൂട്ട് മനസ്സിലായില്ലേ? സാമ്പിൾ മനസ്സിലായില്ലേ? ഇതേപോലെ ഷോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് അടുത്ത ദിവസം റിപ്പീറ്റ് ചെയ്യാൻ 1 മണിക്കൂറിനെ 3 മിനിറ്റ് കൊണ്ട്, അതിന്റെ താഴെ സമയം കൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. അത് 1-ാം ദിവസം, 7-ാം ദിവസം, 30-ാം ദിവസം ഒക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്ക് പിന്നെ ഒരിക്കലും പരീക്ഷയ്ക്ക് ഓർക്കാൻ ഭാരം ഉണ്ടാകൂല. നെക്സ്റ്റ് ഒരു ടെക്നിക്ക് കൂടി പറയട്ടെ. ബീഹാറിലെ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് പഠിപ്പിച്ച് IIT-കളിലേക്കുള്ള എൻട്രൻസ് ആയ JEE പോലെയുള്ള എൻട്രൻസുകളിൽ അവർക്ക് പ്രവേശനം നേടിക്കൊടുത്ത ഒരു പഠന രീതി ഉണ്ടായിരുന്നു. അതിന് പറയപ്പെടുന്ന പേരാണ് സൂപ്പർ 30 ട്യൂഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തിലെ ഒരു ബിഗസ്റ്റ് ടെക്നിക്കാണ് ക്വസ്റ്റ്യൻ മേക്കിംഗ്, ചോദ്യമുണ്ടാക്കി പഠിക്കുക. നിങ്ങൾക്ക് ഏത് പാഠമാണോ പഠിക്കാനുള്ളത് ആ പാഠം എടുത്ത് വായിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കുക. അങ്ങനെ പഠിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ചോദ്യകർത്താവിനും കഴിയില്ല. നിങ്ങളെ പരീക്ഷയിൽ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ വളരെ സ്ട്രെങ്തനായി, ഉഷാറായി, ഉന്നതരായി നിലനിൽക്കും. ആർ യു റെഡി? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ചെറിയൊരു കഥ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താം. 11:40, 11:50 ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. 10 മിനിറ്റ് നിങ്ങൾക്ക് വല്ലതും സംസാരിക്കാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് തരും, നിങ്ങൾ ചോദിക്കാം. ഒരിക്കൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു കുട്ടി ഓടി വരികയാണ്. 10 വയസ്സുകാരനായ കുട്ടി. 10 വയസ്സുകാരനായ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നുണ്ടാകുക? ഒരു 5-ാം ക്ലാസ്സിൽ, ആവറേജ് 5-ാം ക്ലാസ് പഠിക്കുന്നുണ്ടാകും. ഈ പ്രായത്തിലുള്ള കുട്ടിയാണ് ഓടി വരുന്നത്. ആ കുട്ടിയുടെ പേര് ഉമൈർ ഇബ്ൻ സഅദ്. ഈ കൊച്ചു കുഞ്ഞു ഓടി വന്നിട്ട് നബി തങ്ങളോട് വളരെ വെപ്രാളത്തോടെ പറഞ്ഞു, നബിയെ, എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റൂല. കാരണം എൻ്റെ എളാപ്പ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഉപ്പ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയതിന് ശേഷം ഉമ്മ മറ്റൊരു വിവാഹം ചെയ്തു. ഈ ഉമ്മയുടെ 2ാമത്തെ ഭർത്താവാണ് ഈ എളാപ്പ എന്ന് പറയുന്നത്.
ഇന്ന് ഓടി മസ്ജിദ് നബവിയിലേക്ക് വരാനുണ്ടായ കാരണം, ഞാൻ ഈ കഥ പറയുമ്പോൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് സശ്രദ്ധം ഏകാഗ്രമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് കിട്ടും, നല്ല കോൺഫിഡൻസ് കിട്ടും. അത്രയും ഒരു മെസ്സേജാണ് ഇന്ന് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കൂലേ? എന്നിട്ട് നിന്നിട്ടിരിക്കണോ? ചെയ്തു നോക്കല്ലേ? ജസ്റ്റ് സ്റ്റാൻഡപ്പ്. എല്ലാവരും എന്നെ തന്നെ ഫേസ് ചെയ്തുകൊണ്ടൊന്നിരുന്നാട്ടെ. സിറ്റ് ഡൗൺ. എന്താണ് ഉമൈറിന്റെ കഷ്ടകാലം? സ്വന്തം ഉപ്പ മരിച്ചതിന് ശേഷം ഈ എളാപ്പയാണ് ഇപ്പോ ഈ ഉമൈറിനെ നോക്കി വളർത്തുന്നത്. ഈ എളാപ്പ ശാന്ത സ്വഭാവക്കാരനാണ്. പ്രത്യക്ഷത്തിൽ വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കും, ഭക്ഷണം കൊടുക്കും, സഭ്യതരമായി ഒന്നും പറയൊന്നുമില്ല. ശാന്ത സ്വഭാവക്കാരനാണ്. പള്ളിയിലൊക്കെ പോകുമ്പോൾ ഉമൈറിനെയും കൂട്ടുമൊക്കെ ചെയ്യും. പക്ഷേ ഈ ദിവസം എന്തേ ഓടി വരാൻ കാരണം? ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോ ഉമൈർ ഈ എളാപ്പയോട് ചോദിച്ചു, അതെന്താ നിങ്ങൾ മാത്രം സംഭാവന കൊടുത്തിട്ടില്ലല്ലോ? കുറച്ച് ദിവസമായി നബി തങ്ങൾ ഒരു സംഭാവന പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി സംഭാവന ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭാവന ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു, എല്ലാവരും സംഭാവന കൊടുത്തു. പക്ഷേ ഈ ഉമൈറിന്റെ എളാപ്പ, ജുസാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം സംഭാവന കൊടുത്തില്ല. ഉമൈർ ചോദിച്ചു, എന്താ എളാപ്പ നിങ്ങൾ മാത്രം കൊടുക്കാത്തത്? അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വരുന്ന ഒരു തൽ സ്വരൂപം വെളിവായി. അദ്ദേഹം നബി തങ്ങളെ ചീത്ത വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഉമൈറിന് വല്ലാതെ വേദനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിക്കുക, ആക്ഷേപിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ഒരു കൊച്ചു കുഞ്ഞിന് പോലും സഹിക്കാൻ കഴിയില്ല. ആ കൊച്ചു കുഞ്ഞായ ഉമൈർ, 10 വയസ്സുകാരനായ ഉമൈർ ഭയത്തോട് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ ഇതൊന്ന് പരിഹരിച്ചു തരണം, ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, നബിതങ്ങളെ തങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്നു, ഇയാളെ ഒന്ന് ശരിയാക്കി തരണം, ഒന്ന് പറഞ്ഞ് നന്നാക്കി തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു സ്വഹാബിയോട് പറഞ്ഞു ആ ആളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം, ജുസാലിനോട് വരാൻ പറയാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഉമൈറിനോട് ഇങ്ങനെ മോശമായൊക്കെ സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ഉമൈർ ആകെ വേർത്തു. ഉമൈറിന്റെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്നു, കണ്ണൊക്കെ ആകെയായി. ഉമൈർ ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ വറക്കുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കുക? എല്ലാവരും ഉമൈറിനെ നോക്കുന്നു, ഈ ജുസാലിനെ നോക്കുന്നു, ഉമൈറിനെ നോക്കുന്നു, ജുസാലിനെ നോക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഇതെന്താ സംഭവിക്കുക? അപ്പൊ ഇയാള് സത്യം ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമല്ല, അയാളുടെ കടമ കഴിച്ചു എന്നുള്ള അയാൾക്ക് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴാണ് ഉമൈർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ ഞാൻ സത്യസന്ധനാണ്, ഈ നിമിഷം വരെ ഞാനൊരു കളവ് പറഞ്ഞിട്ടില്ല, ഞാൻ സത്യസന്ധമായി ഒരു സതുദ്ദേശത്തോടെ നബിതങ്ങൾ എടുക്കൽ വന്നൊരു വിഷയം പറഞ്ഞപ്പോ ഞാൻ പെട്ടിരിക്കുകയാണ്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തു. എപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തിരൂരിലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ഉസ്താദ് ഒരു കുട്ടിയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, ഈ കുട്ടിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് സമയം സംസാരിക്കണമെന്ന് പറഞ്ഞു. ഏകദേശം എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം അവസാനിക്കുന്നത് 9 മണിക്കാണ്. ആ സമയത്ത് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, എന്താ മോനെ നിന്റെ കാര്യം? ആ കുട്ടി പറഞ്ഞു, ഞാൻ ദീർഘകാലം ഡ്രഗ്സ് ഉപയോഗിച്ചൊരു കുട്ടിയായിരുന്നു. ദീർഘകാലം ഞാൻ എൻ്റെ വീട്ടിലും നാട്ടിലും ഒക്കെ ഒരു കുഴപ്പക്കാരനായിരുന്നു. ഇപ്പൊ ഈ ഉസ്താദിന്റെ അടുത്ത് വന്നപ്പോ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ലവ് അഫെയറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പറഞ്ഞപ്പോ ഉസ്താദ് എന്നെ കൂട്ടി നിങ്ങളെടുത്ത് വന്നു. ഞാൻ ഉസ്താദിനോട് സംസാരിച്ചത് മുതൽ എൻ്റെ ജീവിതത്തിന് നല്ല മാറ്റങ്ങൾ കിട്ടി. കഴിഞ്ഞ ദിവസം തിരൂരിൽ കേരള യാത്രയുടെ ഒരു സ്വീകരണ പ്രോഗ്രാം നടന്നപ്പോ ഇന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കൂടിയായ ലോക പണ്ഡിതന്മാരെല്ലാം ഇഷ്ടത്തോടെ ആദരവോടെ കാണുന്ന ഒരു പണ്ഡിതനാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകുമാറാകട്ടെ. ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയും ആയിരക്കണക്കിന് അനാഥകളെ സംരക്ഷിക്കുകയും ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിക്കുകയും അങ്ങനെ ഇന്ത്യയിലും ലോകത്തുടനീളം ദീനീ ദഅവത്തുകൾ നടത്തുന്ന ഒരു വലിയ മനുഷ്യൻ. ചരിത്രത്തിൽ ഇതുപോലെ ഒരു പണ്ഡിതനെ കാണാൻ അസാധ്യമാണ്. അത്ര വലിയ മഹത്വമുള്ള പണ്ഡിതൻ. ഉസ്താദിനെ ആ സദസ്സിൽ ഇരുന്ന് ഈ മോൻ കണ്ടു. ആ മോൻ പറഞ്ഞു, അതിനുശേഷം എനിക്കൊന്നുകൂടി ഉസ്താദിന്റെ അടുത്ത് വന്ന് എൻ്റെ ചില അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്തെന്നറിയോ? എനിക്ക് എൻ്റെ വാപ്പ വളരെ മോശം സ്വഭാവക്കാരനും മോശം ആക്ടിവിറ്റീസ് ഉള്ള ആളാണ്. ആ വാപ്പ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഭയമാണ്. വാപ്പ 2 ആഴ്ച മുമ്പ്
ഈ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോ ഞാൻ തഹജ്ജുദിന് ഏതേറ്റ് ദുആ ചെയ്തു. ആ കുട്ടി അന്ന് ദുആ ചെയ്തത് ഒരു അബദ്ധമായിരുന്നു. എന്താ ദുആ ചെയ്തതെന്നറിയോ? പടച്ചോനെ, വാപ്പ വിടുന്ന ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടിട്ട് ആകെ നശിച്ചു പോകണേ എന്ന് ദുആ ചെയ്തു. പക്ഷേ ഭാഗ്യവശാൽ അള്ളാഹു നല്ല ഉത്തരം ചെയ്തു. എന്ത് സംഭവിച്ചു എന്നറിയോ? അന്ന് വാപ്പക്ക് വരാൻ പറ്റിയില്ല, ഫ്ലൈറ്റ് മിസ്സായി. ഇത് ഈ ഉസ്താദിനോട് ഈ കുട്ടി പറഞ്ഞു. അപ്പോഴാണ് ഉസ്താദിനോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ ഉസ്താദും ആകെ സ്തബ്ധനായിപ്പോയി. കാരണം ഒരു കുട്ടി വാപ്പയെക്കുറിച്ച് ഇങ്ങനെ ദ്വാരക്കണമെങ്കിൽ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ ഈ വിഷമം കുട്ടിക്ക് തീരണ്ടേ? അപ്പൊ ആ കുട്ടിയെ കൂട്ടി വന്നു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഇനി ദ്വാ ചെയ്യേണ്ടത് വാപ്പ നന്നാകാനാണ്. നന്നാകാൻ ദ്വാ ചെയ്താൽ മോനും നന്നാവും, വാപ്പയും നന്നാകും. അതല്ലേ വേണ്ടത്. അപ്പൊ ആ കുട്ടി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഈ കൊച്ചുമോൻ ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. കുട്ടിക്കാലത്തെ ചരിത്രമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തു, പടച്ചോനെ, എന്റെ ഈ സത്യസന്ധത ഒന്ന് വെളിപ്പെടുത്തി തരണേ. ആ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലു വലഖദ് ഖാലു കലിമത്തൽ കുഫ്രി വകഫറു ബഅദ ഇസ്ലാമിഹിം വഹമ്മു ബിമാ ലം യനാലു وما نقموا إلا أن أغناهم الله ورسوله من فضله إن يتوبوا يك خيرا لهم وإن يتولوا يعذبهم الله عذابا أليما في الدنيا والآخرة. ഈ ആയത്ത് അങ്ങോട്ടിറങ്ങി. ഈ ആയത്തിലുള്ളത് കൽബിൽ കളവ് മറച്ചു വെക്കുകയും തങ്ങളോട് സത്യം ചെയ്യുകയും ചെയ്യുന്നവർ, അവർ തിരുത്തിയിട്ടില്ലെങ്കിൽ ദുനിയാവിലും ശിക്ഷയുണ്ടാകും, ആഖിറത്തിലും ശിക്ഷയുണ്ടാകും. കാരണം ഈ മനുഷ്യൻ പ്രത്യക്ഷത്തിൽ ഭയങ്കര ഡീസന്റ് ആയിരുന്നു. ഇന്ന് നമ്മളെ നാട്ടിലും ചില സംഘടനക്കാരെയൊക്കെ കാണാം, പ്രത്യക്ഷത്തിൽ ഭയങ്കര സാഹിത്യമൊക്കെ പറയും. പക്ഷേ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആ പരമ്പരാഗതമായി ഔലിയാക്കളിലൂടെ കൈമാറി വന്ന സുന്നത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ തനി രൂപം അതിനെ ആക്ഷേപിക്കുന്നിടത്തെത്തിയാൽ അസഭ്യം പറയും. പൊതുസമൂഹത്തിൽ ഭയങ്കര സാഹിത്യക്കാരൊക്കെ ആയിരിക്കും. ഇങ്ങനെ ആൾക്കാരുണ്ടാവും. ഇതുപോലെ ഈ മനുഷ്യനും ആദ്യം അതിൽപ്പെട്ട ആളായിരുന്നു. നബി തങ്ങളോട് ഇഷ്ടമില്ല, പക്ഷെ ഇഷ്ടം പ്രകടിപ്പിക്കും. ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ കള്ളസത്യം ചെയ്തതാണ്. ഇതുവരെ എന്റെ മനസ്സിൽ അങ്ങയോട് വിരോധം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉമൈറിന്റെ ഈ ഇടപെടൽ കണ്ടപ്പോ, ഈ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ എന്റെ മനസ്സിന് പരിവർത്തനം ഉണ്ടാകുന്നു. ഞാൻ സത്യം ചെയ്തു പറയുന്നു, എന്റെ ഉള്ളിൽ ഇത്രയും കാലം ഞാൻ മറച്ചു വെച്ചിരുന്ന നബി വിരോധം ഞാൻ കളയുന്നു. അവർക്ക് പ്രവാചകർ എന്നൊക്കെ പറഞ്ഞാൽ അവർ എല്ലാരെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അതേസമയത്ത് സത്യവിശ്വാസികൾക്ക് പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവരായി പടച്ചവരാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്വഹാബത്തിൽ പലരും അടക്കം പറഞ്ഞു. എന്ത്? ഉമൈർ വീട്ടിൽ പോയാൽ ചിലപ്പോൾ തല്ല് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ചരിത്രം അങ്ങനെയല്ല. പിന്നീട് എപ്പോഴും ജുസാല് ചേർത്ത് പിടിച്ചിട്ട് പറയും, അതാ ഉമൈർ, ഈ ഉമൈറാണ് എൻ്റെ ദുനിയാവും ആഖിറവും സംരക്ഷിച്ചത്. ഈ ഉമൈറാണ് എൻ്റെ ദുനിയാവും ആഖിറവും സംരക്ഷിച്ചത്. എപ്പോഴും പറയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടോ? നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ശരികൾ ചെയ്യണം, തെറ്റുകൾ ചെയ്യരുത്. ആരിൽ നിന്ന് തെറ്റുണ്ടായാലും, ഈവൻ പാരൻസിൽ നിന്ന് തെറ്റുകൾ ഉണ്ടായാൽ പോലും അവരെ ഇൻസൾട്ട് ചെയ്യരുത്, പക്ഷെ തിരുത്തണം. അങ്ങനെ തിരുത്താൻ സന്നദ്ധമായാൽ അള്ളാഹു സഹായിക്കും. അള്ളാഹു നിങ്ങൾക്ക് ഇതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയും സമയം വളരെ അടിപൊളിയായി ശാന്തരായി ഇരുന്ന എല്ലാവർക്കും എല്ലാ സന്തോഷവും അറിയിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഫ്രം ഹാപ്പി സോൺ. ബാറക്കല്ലാഹു ലക്കും ജമീഅൻ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഇൻഷാ അല്ലാഹ്.